നമസ്കാരം. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഫാത്തിമ സഫ. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 2038 ഏഷ്യൻ ഗെയിംസിന് വേദിയാകാൻ തയ്യാറെടുത്ത് ഇന്ത്യ. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന് താൽപര്യപത്രം സമർപ്പിച്ച് ഇന്ത്യ. കേരളത്തിലെ കായിക രംഗത്തെ സുപ്രധാന നാഴികക്കല്ല്. ആദ്യ വനിതാ കബഡി ലീഗ് സംഘടിപ്പിക്കാനൊരുങ്ങി കേരള സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി. ദേശീയ റെക്കോർഡുകൾ തിരുത്തിയെഴുതി കേരളം. ദേശീയ ജൂനിയർ അണ്ടർ 20 അത്ലറ്റിക്സ് ഫെഡറേഷൻ മീറ്റിൽ പുറത്തെടുത്തത് മികച്ച പ്രകടനം. കേരള ഹോക്കിക്ക് പുതിയ ഭാരവാഹികൾ. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 25-ന് കോഴിക്കോട് നടന്നു. മലയാളി താരം SL നാരായണന് ചെസ് കിരീടം. ഫിഡെ ബ്ലിറ്റ്സ് റാങ്കിങ്ങിൽ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിനെ മറികടന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ആദ്യമായി വനിതാ കബഡി ലീഗ് സംഘടിപ്പിക്കാനൊരുങ്ങി കേരള സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി. മെയ് 14 മുതൽ 16 വരെയാണ് മത്സരങ്ങൾ. സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 14 മുതൽ 16 വരെയാണ് സംസ്ഥാന വനിതാ കബഡി ലീഗ് നടത്തുന്നത്. കൊല്ലം പുത്തൻകുളം ഇസ്യാൻ സ്പോർട്സ് സിറ്റിയിൽ വെച്ച് മത്സരങ്ങൾ നടക്കും. കബഡി ലീഗിന്റെ ഭാഗമായുള്ള കളിക്കാരുടെ ലേലം 2026 ഏപ്രിൽ 30-ന് ഇസ്യാൻ സ്പോർട്സ് സിറ്റിയിൽ വെച്ച് വൈകുന്നേരം 3 മണി മുതൽ നടക്കും. ആകെ 120 വനിതാ താരങ്ങൾ ലീഗിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തണ്ടർ ക്വീൻസ് കാസർഗോഡ്, ഫോർട്ട് വാരിയേഴ്സ് പാലക്കാട്, റോയൽ ഫൈറ്റേഴ്സ് കോഴിക്കോട്, പിങ്ക് വാരിയേഴ്സ് കൊല്ലം, റാപ്റ്റേഴ്സ് കിങ്ഡം ഓഫ് കൊച്ചിൻ, കോബ്ര ക്വീൻസ് കോട്ടയം എന്നീ 6 ഫ്രാഞ്ചൈസികൾ മെഗാലേലത്തിൽ 84 കളിക്കാരെ തിരഞ്ഞെടുക്കും. ഏപ്രിൽ 30-ന് നടക്കുന്ന താരലേലത്തിന്റെയും മെയ് 14 മുതൽ 16 വരെ നടക്കുന്ന മത്സരങ്ങളുടെയും തത്സമയ സംപ്രേക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. 24ാമത് ദേശീയ ജൂനിയർ അണ്ടർ 20 അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരളം. ദേശീയ റെക്കോർഡുകൾ ഉൾപ്പെടെ തിരുത്തിയെഴുതിയാണ് കേരളത്തിന്റെ നേട്ടം. കർണാടകയിലെ തുങ്കൂരിലെ മഹാത്മാഗാന്ധി സ്റ്റേഡിയത്തിൽ നടന്ന 24ാമത് ദേശീയ ജൂനിയർ അണ്ടർ 20 അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ കേരളത്തിലെ ജൂനിയർ അത്ലറ്റുകൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. പുരുഷ വിഭാഗം 400 മീറ്ററിൽ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടി മലയാളി താരം മുഹമ്മദ് അഷ്ഫഖ്. 46.05 സെക്കൻഡിലാണ് ഫൈനലിൽ അഷ്ഫഖ് ഫിനിഷ് ചെയ്തത്. 110 മീറ്റർ ഹർഡിൽസ് സെമി ഫൈനലിൽ 13.66 സെക്കൻഡ് സമയം കൊണ്ട് അണ്ടർ 20 ദേശീയ റെക്കോർഡ് തകർത്ത 19 വയസ്സുകാരൻ കിരൺ കെ ആയിരുന്നു മത്സരത്തിലെ താരം. 2021-ൽ തേജസ് ഷ്രൈസ് നേടിയ 13.74 സെക്കൻഡ് എന്ന റെക്കോർഡാണ് കിരൺ ഇല്ലാതാക്കിയത്. ഏഷ്യൻ അണ്ടർ 20 യോഗ്യതാ മാനദണ്ഡമായ 13.74 സെക്കൻഡ് മറികടന്ന കിരണിന് ലോക യോഗ്യതാ മാനദണ്ഡമായ അണ്ടർ 20 മാർക്ക് നഷ്ടമായത് വെറും 0.12 സെക്കൻഡിനാണ്. ഫൈനലിൽ 13.75 സെക്കൻഡിൽ കിരൺ സ്വർണം നേടി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ മുഹമ്മദ് അഷ്ഫഖ് 46.05 സെക്കൻഡിൽ സ്വർണം നേടി. 2017-ൽ അമോജ് ജേക്കബ് സ്ഥാപിച്ച 46.26 സെക്കൻഡ് എന്ന ദേശീയ റെക്കോർഡ് അദ്ദേഹം മറികടന്നു. ഏഷ്യൻ ജൂനിയർ യോഗ്യതാ മാർക്കായ 47.53 സെക്കൻഡ് മറികടക്കുകയും ചെയ്തു. 14.05 സെക്കൻഡിൽ വെങ്കലം നേടിയ ഫസലുൽ ഹക്ക് ഹർഡിൽസിൽ കേരളത്തിന്റെ ഇരട്ട പോഡിയം പൂർത്തിയാക്കി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ 14.35 മീറ്റർ ദൂരം എറിഞ്ഞ് അനുപ്രിയ VS കേരളത്തിന്റെ സ്വർണ്ണ നേട്ടത്തിൽ ഇടം നേടി. 2 ജമ്പുകളിലും ധനുഷ് രാജയം വെങ്കല മെഡലുകൾ നേടി. ലോങ് ജമ്പിൽ 7.37 മീറ്റർ ദൂരം പിന്നിട്ട് 3-ാം സ്ഥാനം നേടിയ അദ്ദേഹം ട്രിപ്പിൾ ജമ്പിൽ 15.60 മീറ്റർ ദൂരം പിന്നിട്ടു. 5 ഇനങ്ങളിലായി കേരള അത്ലറ്റുകൾ 3 സ്വർണവും 2 വെങ്കലവും നേടി. 2 ദേശീയ റെക്കോർഡുകൾ തിരുത്തിയെഴുതിയ മീറ്റിൽ 1-ലധികം അത്ലറ്റുകൾ ഏഷ്യൻ ജൂനിയർ നിലവാരവും സ്വന്തമാക്കി. കേരള ഹോക്കിയിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി അരുൺ അയ്യപ്പൻ ഉണ്ണിത്താനെയും ജനറൽ സെക്രട്ടറിയായി K നിയാസിനെയും തെരഞ്ഞെടുത്തു. കേരള ഹോക്കിയുടെ 2026-2030 കാലയളവിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. പ്രസിഡന്റായി അരുൺ അയ്യപ്പൻ ഉണ്ണിത്താനെയും സീനിയർ വൈസ് പ്രസിഡന്റായി V സുനിൽകുമാറിനെയും തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി K നിയാസ്, വൈസ് പ്രസിഡന്റുമാരായി CT സോജി, ബിന്ദു മനോഹർ എന്നിവരെയും തെരഞ്ഞെടുത്തു. സയോ VS ആണ് ട്രഷറർ. മിനി അഗസ്റ്റിൻ, മനോജ് MJ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ. ഔട്ട്സ്റ്റാൻഡിംഗ് കായിക താര പ്രതിനിധിയായി ശ്രീ PR ശ്രീജേഷിനെയും തെരഞ്ഞെടുത്തു. റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ KP ബാലചന്ദ്രൻ ഇലക്ഷൻ കമ്മീഷണറായും ഹോക്കി ഇന്ത്യ ട്രഷറർ ശ്രീ ശേഖർ മനോഹർ ഒബ്സർവറായും റിട്ടേണിംഗ് ഓഫീസറായി അഡ്വക്കേറ്റ് സന്ദീപ് T ജോർജും ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധിയായി സാബിറ UPയും പങ്കെടുത്തു. ഏപ്രിൽ 25-ന് കോഴിക്കോട് കിങ്സ് റീജൻസി ഓഡിറ്റോറിയത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്.
പുതിയ അധ്യയന വർഷത്തിൽ പുതുതായി 200 ഹോക്കി യൂണിറ്റുകൾ തുടങ്ങാൻ യോഗം തീരുമാനിച്ചു. ഫിഡെ ബ്ലിറ്റ്സ് റാങ്കിങ്ങിൽ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിനെ മറികടന്ന് മലയാളി താരം SL നാരായണൻ ശക്തി ഗ്രാൻഡ് ടൂർ 9.0 ഓപ്പൺ ഫിഡെ ബ്ലിറ്റ്സ് ചെസ് കിരീടം സ്വന്തമാക്കി. ശക്തി ഗ്രാൻഡ് ടൂർ 9.0 ഓപ്പൺ ഫിഡെ ബ്ലിറ്റ്സ് ചെസ് ടൂർണമെന്റിൽ മലയാളി താരം SL നാരായണന് കിരീടം. തുടർച്ചയായി 8 വിജയങ്ങളും ഫൈനലിൽ സമനിലയുമായി 8.5 പോയിന്റ് നേടിയാണ് നാരായണൻ കിരീടം നേടിയത്. ഫൈനൽ റൗണ്ട് മത്സരത്തിൽ ഇന്റർനാഷണൽ മാസ്റ്ററായ ആകാശ് ശരത്ചന്ദ്ര ഡാൽവിയുമായാണ് ഗ്രാൻഡ് മാസ്റ്ററായ നാരായണൻ സമനില വഴങ്ങിയത്. ഈ കിരീട വിജയത്തോടെ നാരായണൻ ഫിഡെ ബ്ലിറ്റ്സ് റാങ്കിങ്ങിൽ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിനെ മറികടന്നു. 2650.1 പോയിന്റാണ് ബ്ലിറ്റ്സിൽ നാരായണന്റെ ലൈവ് റേറ്റിംഗ്. ഇതോടെ ബ്ലിറ്റ്സിൽ ലോക റാങ്കിങ്ങിൽ ആദ്യ 50 സ്ഥാനത്തേക്ക് നാരായണൻ എത്തുകയും ചെയ്തു. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയായി തെരഞ്ഞെടുക്കപ്പെടുകയും 2036 ഒളിമ്പിക്സിന് വേദിയാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇന്ത്യ മറ്റൊരു കായിക മാമാങ്കത്തിനു കൂടി ആതിഥേയത്വം വഹിക്കാൻ തയ്യാറെടുക്കുന്നു. 2038 ഏഷ്യൻ ഗെയിംസിന് വേദിയാകാനാണ് ഇന്ത്യയുടെ ശ്രമം. ഇതിനായി ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന് ഇന്ത്യ ഔദ്യോഗികമായി താൽപര്യപത്രം സമർപ്പിച്ചു. ചൈനയിലെ സാന്യയിൽ നടക്കുന്ന ഏഷ്യൻ ബീച്ച് ഗെയിംസിനോടനുബന്ധിച്ച് നടന്ന ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ യോഗത്തിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയാണ് താൽപര്യപത്രം സമർപ്പിച്ചത്. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി വുഷു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനൊരുങ്ങി കേരള താരങ്ങൾ. മെയ് 4 മുതൽ 9 വരെ ജമ്മു കാശ്മീരിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 11 പേരും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 10 പേരുമാണ് സാൻഷു, താവോലു ഇനങ്ങളിലായി കേരളത്തിൽ നിന്നും പങ്കെടുക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 5ാം T20 മത്സരത്തിലും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് തോൽവി. ബനോനിയിൽ 23 റൺസിനാണ് പരമ്പരയിലെ 4ാം തോൽവി ഇന്ത്യ ഏറ്റുവാങ്ങിയത്. 4-1 ദക്ഷിണാഫ്രിക്ക പരമ്പര സ്വന്തമാക്കി. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.